നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ട്ണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് നമുക്കൊരു തന്തൂരി ചിക്കൻ ഉണ്ടാക്കി നോക്കാം. നമ്മൾ മുന്നേ വീഡിയോയിൽ അൽഫാമൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അൽഫാമിനൊക്കെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണം, പക്ഷേ തന്തൂരി ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ അതിനായിട്ട് ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആ ചിക്കൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വലിയ പീസായിട്ട് ഇത് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. ആദ്യം മസാലയൊക്കെ പുരട്ടുന്നതിന് മുന്നേ ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല എന്തൊക്കെയാണെന്ന് പറയണ്ടേ, അപ്പോൾ നോക്കാം. ആദ്യം ഇതിലേക്ക് ഞാൻ 1 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ. അപ്പം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ 2 സ്പൂൺ ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല എരിവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ 1.5 സ്പൂണോളം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഞാനിതിലേക്ക് പിന്നെ ചേർക്കാൻ പോകുന്നത് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്കിനി ചേർക്കണം. അതായത് തൈരാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. തൈര് ഞാനിതിലേക്ക് 2 സ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി മിക്സ് ചെയ്യുക. അത് മാത്രമേ ഇനി ആവശ്യമുള്ളൂ. മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യണം. നമ്മളുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് വെക്കാവുന്നതാണ്. ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഒരു അരമണിക്കൂർ ഇങ്ങനെ വെക്കണം, അടച്ച് അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം, തന്തൂരി ആക്കി എടുക്കാം. അപ്പം നമ്മുടെ പാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തന്തൂരിക്ക് ആവശ്യമായ പാനൊക്കെ റെഡി ആയിട്ട് നമ്മൾ പാനിലാണ് ചെയ്യണത് കേട്ടോ. ഓവനിലോ തന്തൂരി അടുപ്പിലൊന്നും അല്ല ചെയ്യണേ. ഇത് നമുക്ക് വീട്ടിലതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീട്ടിലെല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റ് ആകുമ്പോൾ നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം അതിലേക്ക്. അപ്പോൾ ഓരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. അധികം പെട്ടെന്ന് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി കഴിഞ്ഞാലേ കരിഞ്ഞു പോകും. എന്തൊക്കെ കിട്ടണ്ട നമ്മുടെ ചിക്കനായിട്ട്. അപ്പോൾ നമുക്ക് മീഡിയത്തിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നോക്കി നോക്കാം. ആയോ നോക്കണ്ടേ. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം വെന്ത് കഴിഞ്ഞ ശേഷം, ഫ്രൈ ആയ ശേഷം നമുക്കൊരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കാണിക്കാൻ കിട്ടുന്ന തന്തൂരി ചിക്കൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അത് നമുക്ക് കാണാം. ഞാൻ നമ്മുടെ ചിക്കനൊക്കെ ബട്ടറിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഇങ്ങനെ ഒരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ഇതിൽ നമ്മളൊരു ചാർക്കോൾ ഇട്ട് ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വയ്ക്കും. എന്നാൽ മാത്രമേ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെയുള്ള തന്തൂരി ചിക്കൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇതിൽ ചാർക്കോൾ അല്ലെങ്കിൽ ചാർക്കോൾ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും കരി കഷ്ണം വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു കഷ്ണം ചാർക്കോളോ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിലേക്ക് ഞാൻ ചാർക്കോൾ ഇട്ട ശേഷം കുറച്ച് നെയ്യ്, ബട്ടർ ഉണ്ടല്ലോ, നമ്മൾ കുക്ക് ചെയ്ത ബട്ടർ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു പാത്രം വെച്ച് മൂടി വയ്ക്കാം. 1 മിനിറ്റ് ശേഷം നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. കണ്ടില്ലേ, നമ്മുടെ ഇതിലേക്ക് ആകെ ചാർക്കോളിൻ്റെ പുക ആകെ നിറഞ്ഞിട്ടുണ്ട്. അതേ ടേസ്റ്റും കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യണം നിങ്ങൾ. പാത്രത്തിലേക്ക് ആകെ നിറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. ചിക്കൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സാധാരണ ചിക്കൻ വെക്കുന്നതിന് വ്യത്യസ്തമായിട്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് കാണുന്നത് വരെ ബായ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, മറക്കരുതേ.